ഇപ്പോൾ സൂര്യകാന്തിയുടെയും ചെണ്ടുമല്ലിപ്പൂക്കളുടെയും വസന്തകാലമാണ്. വർണ്ണവിസ്മയത്തിന്റെ ദൃശ്യവിരുന്നൊരുക്കി പൂത്തുനിൽക്കുന്ന പൂപ്പാടങ്ങൾ കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. വീണ്ടും ഒരു പൂക്കാലത്തിന്റെ വരവറിയിക്കുകയാണ് വയനാടൻ അതിർത്തിയിലെ കർണാടക ഗ്രാമമായ ഗുണ്ടൽപേട്ട. നോക്കെത്താ ദൂരം പരന്നു കിടക്കുന്ന പാടങ്ങളിൽ സൂര്യകാന്തി പൂക്കളും ചെണ്ടുമല്ലികളും വിടർന്നു നിൽക്കുന്നു. മുത്തങ്ങയും ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെയും ഒരു ഭാഗവും കഴിഞ്ഞാൽ ദേശീയപാതയുടെ ഇരുവശത്തുമായാണ് പൂപ്പാടങ്ങളുടെ വിസ്മയ കാഴ്ചയുള്ളത്. സൂപ്പർ സ്ഥലമാണ്. ഞങ്ങൾ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് വരണം. പ്രവാസിയാണ്. ഇപ്പൊ 3 പേരും കൂടി ഒരു ലീവ് കിട്ടിയപ്പോ ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് അടിപൊളി സൂപ്പർ. നൂറുകണക്കിന് സഞ്ചാരികളാണ് ഓരോ ദിവസവും ഗുണ്ടൽപേട്ടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെത്തുന്നത്. വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തിക്ക് നടുവിൽ നിന്ന് ഫോട്ടോയും റീലും എല്ലാം എടുത്താണ് ആളുകളുടെ മടക്കം. ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് ഈ പൂക്കളം കാണാൻ വേണ്ടി. വന്നിട്ട് വല്ല തന്നെ ഞങ്ങൾ എല്ലാ വർഷവും വരുന്നതാണ്. ഇങ്ങനെ പൂവിന്റെ കലാകുമ്പോഴേക്കും അങ്ങനെ വരും. ഞങ്ങൾ കൊടുവള്ളിയിൽ നിന്ന് വരുന്ന. പൂപ്പാടങ്ങളിൽ കയറി പൂക്കൾക്കിടയിൽ നിന്ന് ചിത്രങ്ങളും റീലും ഒക്കെ എടുക്കാൻ കർഷകർ പ്രത്യേക ഫീസ് തന്നെ ഈടാക്കാറുണ്ട്. പൂക്കൾ പറിച്ചു വിൽക്കുന്നതിനേക്കാൾ വരുമാനം ദേശീയപാതയോരത്തുള്ള പാടങ്ങളിലെ കർഷകർക്ക് ഇങ്ങനെ ലഭിക്കും. മൂന്ന് മാസത്തേക്കാണ് ഗ്രാമീണരുടെ പൂക്കൃഷി. വിത്തും വിളവുമെല്ലാം വിവിധ കമ്പനികളാണ് നൽകുന്നത്. സൂര്യകാന്തി ഭക്ഷ്യ എണ്ണക്കും ചെണ്ടുമല്ലി പെയിന്റിനുമായാണ് പ്രധാനമായും കയറ്റിപ്പോകുന്നത്. ഓണത്തിന് പൂക്കളമിടാൻ കേരളത്തിലേക്കും ചെണ്ടുമല്ലി എത്തും. കണ്ണെത്താ ദൂരത്തെ ഏക്കർ കണക്കിന് പൂന്തോട്ടമാണ് ഇപ്പോൾ ഗുണ്ടൽപേട്ടിലെ കാഴ്ച. കർഷകർക്ക് ഏറെ പ്രതീക്ഷ കൂടിയാണ് ഈ പൂപ്പാടങ്ങൾ. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1, വയനാട്.